ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗോപിക്ക് മധുരം കൊടുത്തിട്ട് ഗാർഗി പറയുകയാണ്, അതെ മിസ്റ്റർ ഗോപിനാഥ് ഒരു മുത്തശ്ശനാകാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന ഗോപി സന്തോഷത്തോടെ ഗാർഗിയെ നോക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, ഞാനല്ല ആ ഭാഗ്യവതി, എനിക്ക് ആ ഭാഗ്യം ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. മോള് വിഷമിക്കാതെ, മോൾക്ക് എന്താണെങ്കിലും ആ ഭാഗ്യം ഉണ്ടാകുമെന്ന് ഗോപി പറയുന്നു. അല്ല മോളെ, ആരാ ആ ഭാഗ്യവതിയെന്ന് ഗോപി ചോദിക്കുമ്പോൾ അച്ഛന്റെ മൂത്ത മരുമകൾ തന്നെയാണെന്ന് ഗാർഗി പറയുന്നു. ഇത് കേൾക്കുന്ന ഗോപിക്ക് സന്തോഷമാവുകയാണ്. എന്റെ ജീവിതത്തിൽ ഇതിൽ പരം ഒരു സന്തോഷം വരാനേയില്ലെന്ന് ഗോപി പറയുന്നു. അല്ല മോളെ, നീ ഈ വിവരം എങ്ങനെ അറിഞ്ഞെന്ന് ഗോപി ചോദിക്കുമ്പോൾ വിനയും റിയയും പ്രഭാവതി അമ്മയോട് പറയുന്നത് കേട്ടതാണെന്ന് ഗാർഗി പറയുന്നു. എന്താണെങ്കിലും എനിക്ക് വിശാലിനെയും പാർവിനെയും ഒന്നും പോയി കാണണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗോപി. പിന്നീട് കാണിക്കുന്നത് ഗാർഗി പല്ലവിക്ക് മധുരം കൊടുക്കുന്നതാണ്. പല്ലവി മധുരം കഴിക്കാൻ തുടങ്ങുമ്പോൾ പാർവതിക്ക് വിശേഷമുണ്ടെന്ന് ഗാർഗി പറയുമ്പോൾ ദേഷ്യത്തോടെ ആ മധുരം പല്ലവി താഴേക്കിടുന്നു. അതേസമയം ഇത് കേട്ടുകൊണ്ടുവരുന്ന വിപിന് സന്തോഷമാവുകയാണ്. തുടർന്ന് പല്ലവി ദേഷ്യത്തോട് പറയുകയാണ്, ഞാൻ തോറ്റുപോയി, ഇനി ഇവിടുത്തെ പകുതിയിൽ കൂടുതൽ സ്വത്തുക്കള് അവൾക്കല്ലേ കിട്ടാൻ പോകുന്നത്. ചേച്ചിക്ക് കുഞ്ഞുണ്ടാകുന്നതിൽ സന്തോഷിക്കേണ്ടതിന് പകരം നീ എന്താ ഇങ്ങനെ കുശുമ്പ് കാണിക്കുന്നത്? വിപിൻ സാറിന്റെ കഴിവുകേട് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നൊക്കെ ദേഷ്യത്തോട് പല്ലവി പറയുമ്പോൾ എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ നിലമറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് വിപിൻ പറയുന്നു. ഇത് കേൾക്കുന്ന പല്ലവി വിഷമത്തോടെ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണ്ടേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഓരോ നേരമുണ്ടെന്നും അപ്പം നമുക്ക് പോകാമെന്നും പാറു പറയുന്നു. എടോ, താൻ പ്രഗ്നന്റ് അല്ലേ, എന്തൊക്കെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലെന്ന് വിശാൽ പറയുമ്പോൾ വിശാൽ സാറിന്റെ ടെൻഷൻ കുറച്ച് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പാറു. അതേസമയം വിശാൽ പറയുകയാണ്, എന്റെ അമ്മയാകുമല്ലേ തന്റെ വയറ്റിലുള്ളത്. 10 മാസം കഴിയുമ്പോൾ എന്റെ അമ്മ പുനർജനിച്ച് നമ്മുടെ ഇടയിലേക്ക് വരുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും. അതേസമയം ഗാർഗി വിശാലിന്റെയും പാർവിന്റെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. രണ്ടുപേർക്കും ഗാർഗി കൺഗ്രാറ്റുലേഷൻസ് പറയുമ്പോൾ നീ എന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് വിശാൽ ചോദിക്കുന്നു. പിന്നെ അച്ഛനും അമ്മയും ആകാൻ പോവുകയല്ലേ. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് പാറു ചോദിക്കുമ്പോൾ അവിടെ വിനയും റിയയും പറഞ്ഞു കേട്ടതാണെന്ന് ഗാർഗി പറയുന്നു. അങ്ങനെ ഗാർഗി അവർക്ക് മധുരം കൊടുക്കുകയാണ്. തുടർന്ന് വിശാൽ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കാര്യം വീട്ടില് എല്ലാവരും അറിഞ്ഞല്ലേ? അറിഞ്ഞെന്ന് ഗാർഗി പറയുമ്പോൾ എന്നാലും വിനയും റിയയും ഈ കാര്യം എങ്ങനെ അറിഞ്ഞെന്ന് പാറു ചോദിക്കുന്നു. അതറിയില്ല, അവര് പുറത്തുപോയി വന്നപ്പോ അമ്മയോട് സംസാരിക്കുന്നത് കേട്ടതാണെന്ന് ഗാർഗി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതിയുടെ കാര്യം പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. തുടർന്ന് വിപിൻ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, എന്താ പല്ലവി, നീ വിവരമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണോ അതോ നിനക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ? നീയേ പാർവതിയെ പോലെ നല്ല സത്യസന്ധതയും കൂടാതെ ഈശ്വരവിശ്വാസിയുമായിരിക്കെ നിനക്കും ആ ഭാഗ്യം വന്നു ചേരുമെന്ന് വിപിൻ പറയുമ്പോ എന്നാലേ നിങ്ങൾ പാർവതിയെ വെച്ച് അങ്ങ് പൂജിക്കാൻ പറഞ്ഞ് ദേഷ്യത്തോടെ പല്ലവി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാർവിനെയുമാണ്. എന്നാലും ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് അമ്മ നമ്മളെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്ന് വിശാൽ പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് നമുക്ക് എന്താണെങ്കിലും രണ്ടുപേർക്കും കൂടി മധുരവും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വിശാൽ പറയുമ്പോൾ പാറു തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അമ്മയെ കാണണമെന്ന് വിശാല് നിർബന്ധം പിടിക്കുകയാണ്. ഒടുവിൽ വിശാലിന്റെ നിർബന്ധത്തിന് വഴങ്ങി പാറുവും വിശാലും കൂടി ഗായത്രി വില്ലയിലേക്ക് പോകുന്നു. തുടർന്ന് അവരെ കാണുമ്പോൾ ഗോപിനാഥിന് സന്തോഷമാവുകയാണ്. അതേസമയം തന്നെ പ്രഭാവതിയും താഴേക്ക് ഇറങ്ങി വരുന്നു. തുടർന്ന് പ്രഭാവതി താഴേക്ക് വന്ന് പാറുവിനെയും വിശാലിനെയും പരിഹസിക്കുകയാണ്. പാർവതിക്കിപ്പോ സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തതയില്ലേ, അതാണ് എനിക്കിപ്പോ അനുഭവമാകുന്നതെന്ന് പാർവതി പറയുന്നു. തുടർന്ന് പാർവതിക്ക് വിശേഷമുണ്ടെന്നും മധുരം തരാൻ വന്നതാണെന്നും പറഞ്ഞ് പ്രഭാവതിക്ക് നേരെ വിശാൽ മധുരം നീട്ടുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വിനയ് അത് തട്ടിക്കളയുകയാണ്. ചേട്ടൻ എന്തിനാ അത് തട്ടിക്കളഞ്ഞതെന്ന് വിപിൻ ചോദിക്കുമ്പോൾ അത് പിന്നെ വിശാൽ ഏതെങ്കിലും ലോക്കൽ കടയിൽ നിന്നാകും വാങ്ങിക്കൊണ്ട് വന്നത്, അവിടേക്ക് വൃത്തിയുണ്ടോ എന്ന് ആർക്കറിയാമെന്നും വിനയ് പറയുന്നു. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അതെ മധുരം വാങ്ങിക്കൊണ്ട് തരുന്നവരുടെ മനസ്സിന്റെ വലുപ്പം കണ്ടാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും വിനയും ഒഴികെ ബാക്കി എല്ലാവരും മധുരം എടുക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.